രാജ്യത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി 79,000 കോടി രൂപയുടെ സൈനിക ഉപകരണങ്ങൾ വാങ്ങുവാൻ ഇന്ത്യ. 3 സായുധ സേനകളുടെയും ആക്രമണശേഷിയും കരുത്തും വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ യോഗം 3 സേനാ വിഭാഗങ്ങൾക്കുമായി നിർണായക സംവിധാനങ്ങൾ വാങ്ങുന്നതിന് അംഗീകാരം നൽകി. ട്രാക്കുകളോടുകൂടിയ നാഗ് മിസൈൽ സംവിധാനം വാങ്ങുവാനുള്ള നിർദ്ദേശത്തിന് DAC അംഗീകാരം നൽകി. GBMES എന്ന് വിളിക്കപ്പെടുന്ന കര അധിഷ്ഠിത മൊബൈൽ ഇലിന്റ് സിസ്റ്റങ്ങൾ, ക്രെയിനുകളുള്ള ഹൈ മൊബിലിറ്റി വാഹനങ്ങൾ എന്നിവ വാങ്ങുന്നതിനും അനുമതി നൽകി. നാഗ് മിസൈൽ സംവിധാനം ശത്രുക്കളുടെ യുദ്ധവാഹനങ്ങൾ, ബങ്കറുകൾ, മറ്റു പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ തകർക്കുവാനുള്ള കരസേനയുടെ ശേഷി വർദ്ധിപ്പിക്കും. ശത്രുക്കളുടെ സിഗ്നലുകൾ 24 മണിക്കൂറും നിരീക്ഷിക്കുവാനും തന്ത്രപരമായ വിവരങ്ങൾ ശേഖരിക്കുവാനും GBMES സഹായിക്കും. ഹൈ മൊബിലിറ്റി വാഹനങ്ങളുടെ വരവ് വിവിധ ഭൂപ്രദേശങ്ങളിൽ സേനയ്ക്കുള്ള ലോജിസ്റ്റിക്സ് പിന്തുണ ഗണ്യമായി മെച്ചപ്പെടുത്തുമെന്നും സർക്കാർ പ്രസ്താവനയിൽ പറയുന്നു. ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്കുകൾ, 30 mm നേവൽ സർഫസ് ഗൺ, അഡ്വാൻസ്ഡ് ലൈറ്റ് വെയ്റ്റ് ടോർപിഡോ, ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സിസ്റ്റം, 76 mm സൂപ്പർ റാപ്പിഡ് ഗൺ മൗണ്ടിനുള്ള സ്മാർട്ട് വെടിക്കോപ്പുകൾ എന്നിവ നാവികസേനയുടെ വാങ്ങൽ പട്ടികയിൽ ഉൾപ്പെടുന്നു. കര, വ്യോമസേനകളുമായി ചേർന്ന് സംയുക്ത ആക്രമണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഇന്ത്യൻ നാവികസേനയ്ക്ക് ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്കുകൾ വളരെ ഉപയോഗപ്രദമാകും. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു സംവിധാനമാണ് അഡ്വാൻസ്ഡ് ലൈറ്റ് വെയ്റ്റ് ടോർപിഡോ. ഇതിന് പരമ്പരാഗത ആണവ മിഡ്ജറ്റ് അന്തർവാഹിനികളെ ലക്ഷ്യമിടുവാൻ കഴിയും. 30 mm നേവൽ സർഫസ് ഗണ്ണുകൾ നാവികസേനയുടെയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെയും ശേഷി വർദ്ധിപ്പിക്കും. വ്യോമസേനയുടെ നിർദ്ദേശങ്ങളിൽ കൊളാബറേറ്റീവ് ലോങ് റേഞ്ച് ടാർഗറ്റ് സാച്ചുറേഷൻ ഡിസ്ട്രക്ഷൻ സിസ്റ്റം വാങ്ങുന്നതിന് DAC അനുമതി നൽകി. ദൗത്യമേഖലയിൽ സ്വയം ടേക്ക് ഓഫ് ചെയ്യുവാനും ലാൻഡ് ചെയ്യുവാനും നാവിഗേറ്റ് ചെയ്യുവാനും ലക്ഷ്യം കണ്ടെത്തുവാനും ഈ സംവിധാനത്തിന് കഴിയും.